Hi guys. So last ക്ലാസ്സിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ എല്ലാത്തരം ബേസിക് ഡാറ്റ ടൈപ്സും ഗോ ത്രൂ ചെയ്തിരുന്നു. ലൈക്ക് നമ്പേഴ്സ്, സ്ട്രിങ്സ്, അറേസ്, ഒബ്ജക്ട്സ്, ബൂളിയൻസ് അങ്ങനെ എല്ലാം നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ഇപ്പോൾ ചെറിയൊരു കീവേഡും കൂടി നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് വേരിയബിളിൻ്റെ ടൈപ്പ് ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഡാറ്റ ഏത് തരത്തിലാണ് റൺ ടൈമിൽ തന്നെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് കീവേഡ് എന്ന് പറയുക. ആക്ച്വലി ടൈപ്പ് ഓഫ് എന്നത് ജാവാസ്ക്രിപ്റ്റിലൊരു ബിൽറ്റ് ഇൻ ഓപ്പറേറ്ററാണ്. ഇത് വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇവാലുവേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യും. ആക്ച്വലി അത് സ്ട്രിങ്ങായി ടൈപ്പിൻ്റെ നെയിം കാണിക്കും ആക്ച്വലി. ഓക്കെ, അത് നമുക്ക് കൺസോളിൽ ക്വിക്കിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ഉപയോഗിക്കാൻ സിൻടാക്സ് വളരെ സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് സ്പേസ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഹായ് എന്നിട്ട് കഴിഞ്ഞാൽ സ്ട്രിങ് വന്നു കണ്ടോ. ഓക്കെ, ഇവിടെ ഞാൻ സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസോൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് സ്ട്രിങ് ആണ് നമുക്ക് കാണുന്നത്. ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ് ആണ് കാണുന്നത്. അതായത് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ടൈപ്പ് നെയിം റിട്ടേൺ ചെയ്യും. ആക്ച്വലി അത് സ്ട്രിങ് ആയിട്ട് തന്നെ എന്ത് ടൈപ്പാണെന്നുള്ളത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. യൂസർ നെയിം നമ്മുടെ കയ്യിലുണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ ഞാനിവിടെ എഴുതാണ് ലെറ്റ് യൂസർ നെയിം നല്ലതാണ്. യൂസർ നെയിം ഈക്വൽ ടു സച്ചിൻ എന്നിട്ട് ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് യൂസർ നെയിം ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഇവിടെ സ്ട്രിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കൺസോൾ ലോഗിൽ. ഓക്കെ, സോ ഇവിടെ യൂസർ നെയിം എന്ന വേരിയബിളിന് ഞാൻ സച്ചിൻ എന്ന വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ടൈപ്പ് ഓഫ് യൂസർ നെയിം എന്ന് കൊടുത്താൽ സ്ട്രിങ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. കാരണം വേരിയബിളിൻ്റെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ സ്ട്രിങ് ടൈപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് സ്ട്രിങ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഇനി നമുക്ക് വേറെ വേരിയബിൾസ് കൊടുത്തേക്കാം. ടൈപ്പ് ഓഫ് വേറെ വേരിയബിൾസ് അല്ല, വേറെ വാല്യൂസ് കൊടുത്തേക്കാം. ഞാനിവിടെ 5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് മനസ്സിലായി? നമ്പറാണ് കിട്ടുന്നത്. ഞാൻ ഒരെണ്ണം കൂടി കൊടുക്കാം. ടൈപ്പ് ഓഫ് 3.14. നമ്മൾ ഡെസിമൽ നമ്പർ കൊടുത്താലും നമ്മൾ നമ്പറാണ് കിട്ടുന്നത്. ഇൻറ്റീജർ ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എല്ലാം നമ്പർ ടൈപ്പാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വാല്യൂ കൊടുത്തേക്കാം. ഇത് ക്ലിയർ ചെയ്തിട്ട് ടൈപ്പ് ഓഫ് ബൂളിയൻ, ടൈപ്പ് ഓഫ് ഫോൾസും. ഞാനിവിടെ ട്രൂവും ഫോൾസിൻ്റെ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇവ രണ്ട് ബൂളിയൻ ടൈപ്പായിട്ടാണ് നമുക്ക് കാണുന്നത്. സിമ്പിളാണ്. യെസ് ഓർ നോ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ബൂളിയനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേറെ നോക്കാം. ടൈപ്പ് ഓഫ് എനിക്ക് അറേയുടെ ടൈപ്പ് കാണണം. 1, 2, 3 ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒബ്ജക്റ്റാണ് കാണുന്നത്. ഒബ്ജക്റ്റ് എന്നത് ഇത്തിരി കൺഫ്യൂസിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ടെക്നിക്കലി അറേസ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് അറേ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റായി തന്നെ കാണിക്കും. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒബ്ജക്റ്റ് കിട്ടിയിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് ഓഫ് അടുത്ത കാര്യം നോക്കാം. നെയിം ABC. ഞാൻ ഒബ്ജക്റ്റ് ഇവിടെ കൊടുത്തു. അറേയുടെ പകരം നേരത്തെ മുമ്പ് അറേ കൊടുത്തിരുന്നു, ഇപ്പോൾ പക്ക ഒബ്ജക്റ്റ് കൊടുത്തു. സോ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടി. സോ ബേസിക്കലി രണ്ടും ഒബ്ജക്റ്റ് ടൈപ്പ് തന്നെയാണ് കാണുന്നത്. അറേ കൊടുത്താലും ഈ ഒബ്ജക്റ്റ് കൊടുത്താലും നമുക്ക് ഒബ്ജക്റ്റ് ടൈപ്പ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് അറേയും ഒബ്ജക്റ്റ് ടെക്നിക്കലി ഒബ്ജക്ട്സ് തന്നെയാണെന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ വാല്യൂസിൻ്റെ ടൈപ്സ് എടുക്കാം. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ടൈപ്പ് ഓഫ് അൺഡിഫൈൻഡ് എന്താണെന്നുള്ളത്. അൺഡിഫൈൻഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് സ്വന്തം ഡാറ്റ ടൈപ്പാണ് അൺഡിഫൈൻഡ് എന്നുള്ളത്. അൺഡിഫൈൻഡ് എന്നത് തന്നെ ടൈപ്പ് നെയിം ആയി തന്നെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ടൈപ്പ് ഓഫ് നള്ള് ചെക്ക് ചെയ്യാം നമുക്ക്. സോ ടൈപ്പ് ഓഫ് നള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടും. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. നൾ ടെക്നിക്കലി ഒബ്ജക്റ്റ് ടൈപ്പ് ആയി എടുക്കുന്നു ജാവാസ്ക്രിപ്റ്റ്. അതൊരു പഴയ ജാവാസ്ക്രിപ്റ്റ് എൻ്റെ ഒരു പരിപാടിയെന്ന് പറയാം. പക്ഷേ ഇന്നും അതേപോലെ തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നള്ളിന് നമുക്ക് ഒബ്ജക്റ്റ് കിട്ടാൻ കാരണം. ഇനി ഞാൻ അടുത്തത് ടൈപ്പ് ഓഫ് NaN ഞാൻ ടൈപ്പിൽ കാണുമ്പോൾ നമ്പറാണ് കിട്ടുന്നത്. സോ ബേസിക്കലി NaN ആക്ച്വലി നമ്പർ ടൈപ്പാണ്. അതായത് NaN ഈസ് നോട്ട് ഇറ്റ്സ് ഓൺ ടൈപ്പ് ആക്ച്വലി അല്ലേ. ഇത് ഇൻവാലിഡ് നമ്പേഴ്സ് കാൽക്കുലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ വാല്യൂ ആണ്.
അപ്പോൾ ഗൈസ് ഈ ടൈപ്പ് ഓഫ് കീവേഡ് നമുക്ക് കൺസോളിൽ പ്ലേ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. ഒരു വേരിയബിൾ ഉണ്ടാക്കി അതിൻ്റെ ടൈപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. ജാവാസ്ക്രിപ്റ്റ് ഡാറ്റ ടൈപ്പ് മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതാണ് കണ്ടീഷൻസ്, ലൂപ്സ്, ഫങ്ഷൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന കോർ കൺസെപ്റ്റ്. ഓക്കെ, സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഒരു ക്വിസ് പോലെ സെക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗോ ത്രൂ ചെയ്യാം നമുക്കിനി. സോ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് തറയായ ശേഷം മാത്രം ഒന്ന് ക്വിസിലേക്ക് കിടക്കാം. ഓക്കെ, സോ എൻ്റെ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ഇത് ക്വസ്റ്റ്യൻസ് വായിക്കുക, കറസ്പോണ്ടിങ് ആൻസർ റിട്ടേൺ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ വെൻ ഈസ് ദ അൺഡിഫൈൻഡ് വാല്യൂ കമ്മിങ് ഇൻ ടു പ്ലേ, നിങ്ങൾ വായിക്കുക, ഓപ്ഷൻസ് വായിക്കുക, ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ പോസ് ആയിട്ട് ആൻസർ ചെയ്യുക, പറ്റിയില്ലെങ്കിൽ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് അടുത്ത ക്വസ്റ്റനിലേക്ക് മൂവ് ആവാം ആക്ച്വലി. ഓക്കെ, ഈസ് അൺഡിഫൈൻഡ് എക്സാക്ട്ലി ദ സെയിം ആസ് നൾ. ഓക്കെ, ഇത് നിങ്ങൾ ഗോ ത്രൂ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ആൻസർ നോട്ട് ചെയ്ത് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ്, വെൻ ഡു യു ഗെറ്റ് NaN ആസ് എ റിസൾട്ട്? സോ അതും നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു, ആൻസർ ചെയ്ത് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വൺ, വാട്ട് ഡസ് ടൈപ്പ് ഓഫ്, ഒരു ഹായ് ദെയർ സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹായ് ദെയർ സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് yield. എന്താണ് ടൈപ്പ് ഓഫ് എടുത്തേക്കണേ ഇതിൻ്റെ? ഓക്കെ, ഞാൻ എല്ലാം ആൻസർ ചെയ്ത് വയ്ക്കുന്നു. ഞാൻ ഗോ ത്രൂ ചെയ്യാം. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതാണ്, ഡിക്ലെയർഡ് വേരിയബിൾസ് വേർ യു ഹാവ് ഇൻ അസൈൻ എ വാല്യൂ യെറ്റ് ആർ അൺഡിഫൈൻഡ്. സോ ബി ആണ് ആൻസർ വരുന്നത്. ഈസ് അൺഡിഫൈൻഡ് എക്സാക്ട്ലി സെയിം ആസ് നൾ. സോ രണ്ടാമത്തത് നോ ആണ് വരുന്നത്. അൺഡിഫൈൻഡും നള്ളും സെയിം അല്ല. വെൻ ഡു യു ഗെറ്റ് NaN ആസ് എ റിസൾട്ട്? ഇവിടെ ആൻസർ ബി ആണ് വരുന്നത്. വെൻ റണ്ണിങ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വിത്ത് ഇൻവാലിഡ് ഇൻപുട്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടു, 3 ഇൻറ്റു ഹായ് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് NaN കിട്ടും. അതാണ്. ഓക്കെ, ദി ലാസ്റ്റ് വൺ, വാട്ട് ഡസ് ടൈപ്പ് ഓഫ്, ഈ ഒരു സ്ട്രിങ് yield. സിമ്പിളാണ്, നമുക്ക് സ്ട്രിങ് തന്നെയാണ് കിട്ടുക ഇത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. നീ സെക്ഷൻസൊക്കെ ഗോ ത്രൂ ചെയ്ത് ഇതെല്ലാം തറായിട്ട് മാത്രം അടുത്ത സെഷനിൽ ഫോർവേഡ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.